അപ്പോൾ AP വ്ളോഗ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അബി, എന്താണ് ഇന്നത്തെ വിഷയം? എടാ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് വെടികൾ? എന്താണ് വെടികൾ? അത് എവിടെ നിന്നറിയാവുന്നത്? എന്താണ് വെടികൾ, അത് എവിടെ നിന്നുണ്ടായി എന്നതിനെ കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ വാക്കുകൊണ്ട് നമ്മളെ സമൂഹത്തിൽ ഈ വാക്കുകൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അല്ലെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സ്ത്രീകളെ വെടിയെന്ന് പറയുന്നുണ്ട്, നമ്മൾ എന്തുകൊണ്ട് പുരുഷന്മാരെ വിടണമെന്ന് പറയുന്നില്ല? അതെ, ഈ സമൂഹത്തില് വെടികൾ എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും സത്യം പറഞ്ഞ വിടന്മാരാണ്. പണ്ട് മുതലൊക്കെ ഈ വാക്കുണ്ട്. അതായത് പണ്ട് ഈ ലൈംഗിക തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളെ പണ്ട് മുതൽക്കേ വേശ്യ എന്നൊരു പദത്തിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് പ്രണവേ? സംഭവിക്കുന്നത് വേറൊന്നുമല്ല, ഈ ഒരു ന്യൂ ജനറേഷൻ, അതെ, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സ്, അതെ, അങ്ങനെയുള്ള ടീമുകൾ ഇതിനെ പുതിയൊരു പേരിലേക്ക് മാറ്റി വെടിയെന്നാക്കി. അതെ, ഇതാണ് ശരിക്കും സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ പണ്ട് മുതൽക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ തൊഴിൽ സ്വീകരിച്ച ആൾക്കാർ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുമായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഈ സമൂഹത്തിൽ ഒരിക്കലും ഇത് തുടച്ചു മാറ്റാനൊന്നും പറ്റില്ല. നമ്മളിപ്പോ ഞാനും പ്രണവും കൂടി ഈ വീഡിയോ ഇട്ടാൽ തന്നെ ഇത് പൂർണ്ണമായും ആൾക്കാർ വിളിക്കാതെ ഒന്നും ഇരിക്കില്ല. എങ്കിലും പറയാതിരിക്കാൻ പലവരും ചിലപ്പോൾ തെറി വിളിക്കും. അതെ, അഭിഷേകം കൊണ്ട് അതെ, തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കും, അത് സ്വാഭാവികം. എങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതായത് പണ്ട് അങ്ങനെ ഒരു പദത്തിൽ അറിയപ്പെട്ടെങ്കിലും മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ തന്നെ വെടി എന്നുള്ള രൂപത്തിലായിട്ട് മാറ്റി. എന്നാൽ ഈ വേർഡ് കൊണ്ട് കൂടുതലും അപമാനപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഏജിലുള്ള സ്ത്രീകളെയൊക്കെ തന്നെയാണ് കൂടുതലും പറയുന്നത്. അതും അങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല, സാധാരണ നോർമൽ ആയിട്ടുള്ള സ്ത്രീകൾ. അതായത് പ്രണവേ, ഇപ്പം നോർമലി അതെ, ഒരു പെണ്ണ് 10 പേര് സംസാരിക്കണം. ഇപ്പൊ നീ ഒരു പെണ്ണെ നോക്കുന്നു, ആ പെണ്ണ് നിന്റെ അടുത്ത് മിണ്ടുന്നില്ല, പക്ഷെ അവളെ ബാക്കിയുള്ള 10 ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് ഓൾറെഡി ഒരു ജലസി ഉണ്ട്. അവളുടെ അടുത്ത് മിണ്ടാൻ നോക്കിയിട്ട് അവള് മിണ്ടുന്നില്ലല്ലോ, അപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ 10 പേരെടുത്ത് മിണ്ടുന്ന അല്ലെങ്കിൽ 10 ഫ്രണ്ട്സിനായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ലേഡീനെ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ ഏജിലുള്ള ഞാനും യവനും ഉൾപ്പെടെ, അതെ, ഞാനും യവനും ഉൾപ്പെടെ ഇങ്ങനെ പല സ്ത്രീകളെയും പണ്ട് നമ്മുടെ കുറച്ച് ചെറുപ്പകാലത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ പറയാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് വന്നപ്പോഴത്തേക്കാണ് നമ്മളിത് ഇതിനെക്കുറിച്ച് ഒന്ന് പറയാന്ന് വെച്ചത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വലിയ സത്യവാന്മാരായി, അതുകൊണ്ട് വലിയ പുണ്യാളന്മാരായതുകൊണ്ട് ഈ വീഡിയോ ഇടുന്നു, അങ്ങനെയല്ല. പക്ഷെ സമൂഹത്തിൽ ഇത് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഈ ഒരു കണ്ടന്റ് പറയുന്നത്. അപ്പൊ ആ ഒരു ജലസിയുടെ പുറത്തെ ഇപ്പൊ 10 പേരെടുത്ത് മിണ്ടണ്, നമ്മളടുത്ത് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് മിണ്ടാൻ പറ്റുന്നില്ല, നമ്മൾ സഹകരിക്കുന്നില്ല. അപ്പൊ ഉടനെ എന്തിനെന്ന് പറയും പ്രണവേ? അവള് വെടിയാണ്. അതേ കണക്ക് തന്നെ മറ്റേ ഇപ്പം നീ ഒരു പെണ്ണിനെ പ്രണയിച്ച്, അപ്പൊ നീ ചിലപ്പോ നിന്റെ സ്വഭാവ ഗുണം കൊണ്ടായിരിക്കാം കുറെ നാൾ കഴിയുമ്പോൾ അവള് കളഞ്ഞിട്ട് പോണത്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോ അവളുടെ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് നമ്മള് മോശമായിട്ട് നടക്കുന്നല്ല. അതായത് ഇപ്പം പ്രണയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ നമ്മുടെ പോസസീവ്നെസ് കാര്യങ്ങൾ, നമ്മുടെ കറക്റ്റ് ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യും, കാണിക്കും. അപ്പൊ അത് കൂടെ നിൽക്കുന്ന ഒരാളിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതവിടെ ബ്രേക്ക് ചെയ്യും. ചിലപ്പോൾ നമ്മളോട് മിണ്ടുന്ന സമയത്തിന് നമ്മളെ ഒട്ടും പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ വേറൊരാളുമായിട്ട് അറ്റാച്ച്മെന്റ് വയ്ക്കും. അപ്പൊ പൊതുവെ അങ്ങനെ അതിപ്പോ ആരെ ഭാഗത്ത് തെറ്റായിക്കോട്ടെ, ഇപ്പൊ പുരുഷന്റെ ഭാഗത്ത് തെറ്റാണെങ്കിലും സ്ത്രീയുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യുകയോ ഒന്ന് ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ എന്തിനെന്ന് പറയും, അവള് മോശക്കാരി. അല്ലെങ്കിൽ നിന്റെ കൂടെ സ്നേഹിച്ചിട്ട് നീ ബ്രേക്കപ്പ് ആയിട്ട് വേറൊരാളിനെ സ്നേഹിച്ചാൽ എന്തിനെന്ന് പറയും, ഓ അവളെ എന്നെ തേച്ചിട്ട് പോയി, അവള് വെടിയാണ്. ഇല്ലേ? അതെ, അതെ. അപ്പം രണ്ടാമത്തെ രീതിയിൽ ഇങ്ങനെയും സത്യം പറഞ്ഞാല് സംസാരിക്കാറുണ്ട്. അതായത് ഒന്ന് നമ്മൾ സമീപിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് നല്ലോണം മിണ്ടുന്നില്ല എന്നാൽ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ വെടികൾ എന്ന് അഭിസംബോധന ചെയ്യും. പിന്നെ പ്രണയിച്ചിട്ട് ഇപ്പം പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് പോകണമെങ്കിൽ അവരെ വെടികൾ എന്ന് പറയും. അതുപോലെ ഇവിടെ ലൈംഗിക തൊഴിലാളി ചെയ്യുന്ന സ്ത്രീകളെയും വെടികൾ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലേ അളിയാ? സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഇഷ്ടമുണ്ട്. നമ്മൾ ആരെയും ഒന്നും പറഞ്ഞ് ജീവിക്കേണ്ട കാര്യമില്ല. കാര്യം എല്ലാരും തെറ്റ് ചെയ്യാറുണ്ട്, ആരുമില്ല, എല്ലാരും തെറ്റ് ചെയ്യാറുണ്ട്. എല്ലാരും ജീവിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനാണ്. അപ്പൊ നമ്മൾ ഇന്ന ആൾക്കാരെ മാത്രം എയിം ചെയ്ത് ഇങ്ങനെ ഒരു പദത്തിൽ പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നവന്മാരാണ് സത്യത്തിൽ വേടന്മാര്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആൾക്കാർ, ഈ വെടികൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ വേടന്മാര് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമൂഹത്തിൽ ഒരു 100% ഒരു 80% ആൾക്കാർ നന്നായിട്ട് ജീവിക്കുന്ന എന്ന് വെച്ചാൽ അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് ആരെയും ആക്ഷേപിക്കാതൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്.
ഒരു 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 20%, അതായത് നല്ല ജോലിയൊക്കെ ചെയ്ത് അവനവൻ്റെ കുടുംബത്തിൽ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും 20% ആൾക്കാർക്ക് ഒരു ചെറിയ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ക്രിമിയടി, അതായത് 20% ആൾക്കാർക്ക് ഈ മറ്റവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റവൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അവരെ കുറിച്ച് മാത്രമല്ല ഏതൊരു കാര്യത്തിൽ എന്നാലും ഈ ഒരു സ്ത്രീ വിഷയം അല്ലെങ്കിൽ ഈ ഒരു വെടി എന്നൊരു പദം നമ്മൾ എടുത്ത് പറയുമ്പോഴത്തേക്ക് ഒരു 20% ആൾക്കാർ നന്നായിട്ടിരിക്കും ജീവിക്കണത്. പക്ഷെ എന്നാലും അപ്പുറത്തോന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, അപ്പുറത്തോളം എന്താണ് ചെയ്യുന്നത് എന്നറിയണം. അല്ലെങ്കിൽ 10 പേരെ നിന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ കേട്ടോണ്ട് വന്നിട്ട് പിന്നെ എവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ചിലപ്പോൾ ഒരു 10 പേരെടുത്ത് വിളിച്ച് പറയും, ചിലപ്പം ഒന്നും അതെ, അതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒന്നും റിയൽ ആയിട്ടുള്ള ഈ കേട്ട കാര്യം ഒന്നും ഉള്ളതായിരിക്കില്ല. ഒരു ചെറിയ തെറ്റ്, മറ്റുള്ളവന്റെ കണ്ണിൽ ഒരു ചെറിയ തെറ്റ്, അതിപ്പോ അവന്റെ ചെവിയിൽ കേട്ടിട്ട് ഇവൻ വന്ന് അവന്റെ കുറെ മസാലയൊക്കെ ചേർത്തിട്ട് 10 പേരെടുത്ത് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ നല്ല സൂപ്പർ മസാലയൊക്കെ ചേർത്ത കഥയായിട്ട് എന്ത് ചെയ്യും പറയും. ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത് സത്യം പറഞ്ഞു. അതെ, ബാക്കിയുള്ളവരെന്നല്ല, സ്ത്രീകളെ, മെയിനായിട്ട് സ്ത്രീകളെ ഈ ഒരു പദം പറഞ്ഞ് മെയിനായിട്ട് ഇങ്ങനെ പറയണം. അതൊരു ഒരു രസമാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മുദ്ര ചാർത്തി കൊടുക്കുന്നത് ഭയങ്കര രസമാണ്. നല്ലോണം നടക്കുന്ന, ഇപ്പം ഒരു തെറ്റും ചെയ്യാതെ നല്ലോണം നടക്കുന്ന ആൾക്കാരെയും നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച പോലെ റെസ്പോൺസ് വന്നില്ലെങ്കിലും അവരും ഈ ഒരു പദം തന്നെ അറിയപ്പെടും. അതെ, ഇങ്ങനെ തന്നെയാണ് പറയണത്. ചില 10 സുഹൃത്തുക്കളടുത്ത് പറയും, ഓടാ ആളിയാ അവള് എന്താണ് പറഞ്ഞത്, വെടി. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ആരെയും മോശക്കാരനാക്കിയോ അല്ലെങ്കിൽ മോശക്കാരിയാക്കിയോ ചിത്രീകരിക്കുകയൊന്നുമല്ല. വ്യക്തിപരമായിട്ട് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെയും ഊന്നി പറഞ്ഞൊന്നുമല്ല. ഇവിടെ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ ജീവിക്കാം. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ പൊതുവെ ഈ ഒരു പദം ഇങ്ങനെ എടുത്ത് ഈ ഒരു വാക്ക് എടുത്ത് പറയുന്നുണ്ട്. അത് എല്ലാ സമൂഹത്തിൽ നിന്നും ഉണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും തൊട്ട് മുമ്പത്തെ നമ്മുടെ ജനറേഷൻ ആണെങ്കിലും അതിന് മുന്നേ ഉള്ള ജനറേഷൻ ആണെങ്കിലും എല്ലാം ഈ വാക്കുകൊണ്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് നാളെ മുതൽ ഇത് നന്നായി ആരും പറയാതിരിക്കും എന്നൊരു വിശ്വാസം നമുക്കില്ല. എങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് പറയുന്നത്. കഴിവതും നമ്മൾ ഈ ഒരു പദം പൊതുവെ സ്ത്രീകളെ, അത് ഏത് മേഖലയിലോ എങ്ങനെ ബിഹേവ് ചെയ്യണോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാരെ പൊതുവെ ഈ ഒരു പദം കൊണ്ട് വിളിക്കാതിരിക്കുക എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. എത്ര പേര് ഈ വീഡിയോ നമ്മളത് കാണുമെന്ന് പോലും അറിയത്തില്ല. കാരണം വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത്. ഈ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടൂല എന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ പുതിയ കണ്ടന്റുകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ. താങ്ക് യു.